നമ്മളിന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് കേരള PSCയിൽ മലയാളം ഭാഗത്ത് നിന്നും 2025 ഡിഗ്രി ലെവലിൽ ചോദിച്ചിട്ടുള്ള മുഴുവൻ ചോദ്യങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷൻസും റിലേറ്റഡ് ടോപ്പിക്സാണ് നോക്കാനായിട്ട് പോകുന്നത്. ആദ്യം നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 122/2025 പരീക്ഷയിൽ മലയാളത്തിലുള്ള 10 ചോദ്യങ്ങളാണ് നോക്കാനായിട്ട് പോകുന്നത്. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ശരിയായ പദങ്ങൾ മാത്രം കണ്ടെത്തുക എന്നതാണ്. കൃത്രിമം അത് നമുക്കറിയാം, ശരിയാണ്. കൃത്രിമം എഴുതുന്നത് ഇങ്ങനെ തന്നെയാണ്. പിന്നെ നായകയല്ല നായിക എന്നാണ് ഏറ്റവും, നായകൻ നായിക എന്നായിരിക്കും പറയാം. അപ്പോൾ ആ വാക്ക് എന്തായാലും തെറ്റാണ്. നിഷ്ഠ നമുക്കറിയാം യെസ് ഡായല്ല മറ്റേ ഉണ്ടടായാണ് എഴുതാനുള്ളത്. അപ്പോൾ എന്താ നിഷ്ഠ തെറ്റാണ്. അടിമത്തം ഒരുപാട് PSC പരീക്ഷ ചോദിച്ചാണ്. അടിമത്തം ശരിയാണ്. അപ്പോൾ ഇതിൽ എയും ഡിയുമാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി മറ്റേ ക്വസ്റ്റ്യൻ വന്നിട്ട് പിന്നെ വീണ്ടും വരത്തില്ലേ, ഓപ്ഷൻ എ 1ഉം 2ഉം ശരി, ഓപ്ഷൻ ബിയും 3ഉം 3ഉം ശരി, ആ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഞാൻ അങ്ങനെ എഴുതിയില്ലാന്നേ ഉള്ളൂ, ജസ്റ്റ് 4 ഓപ്ഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ കൃത്രിമവും അടിമത്തമാണ് ശരിയെന്ന് പറയുന്നത്. നിഷ്ഠ ഓർത്തിരിക്കുക. നിഷ്ഠ വേറെയും ക്വസ്റ്റ്യനിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, അതിൽ ഉണ്ടടായാണെന്നുള്ളത് ഓർത്തിരിക്കുക. പിന്നെ നായകയല്ല നായിക എന്നാണ് പറയുന്നത്. ഈ നിഷ്ഠ, ശ്രേഷ്ഠൻ അതൊക്കെ അങ്ങനെ പറയുന്ന വാക്കുകളാട്ടോ. അപ്പോൾ ഈ ഡാകൾ തമ്മിൽ മാറിപ്പോവാതിരിക്കാനായിട്ട് നോക്കാം. അടുത്ത ചോദ്യം ശരിയായ വാക്യം കണ്ടെത്തുക എന്നുള്ളതാണ്. അദ്ദേഹത്തെ ഹാർദവമായി സ്വാഗതം ചെയ്തു. അയ്യോ, ഇത് ആക്ച്വലി ഓപ്ഷൻ ബിയിൽ വന്നിട്ട് ഹാർദമായി, അവിടെ വാ ഇല്ല കേട്ടോ, ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തപ്പോൾ ഉള്ള മിസ്റ്റേക്ക് ആട്ടോ, ക്ഷമിക്കണം കേട്ടോ. അല്ല, ഓപ്ഷൻ ബി എന്ന് പറയുമ്പോഴത്തേക്കും അദ്ദേഹത്തെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നതാണ്. ആദ്യത്തെ ഓപ്ഷൻ ഹാർദവമായിട്ടും രണ്ടാമത്തെ ഓപ്ഷൻ ഹാർദമായിട്ടും എന്നാണ് പറയുന്നുണ്ടാകുന്നത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഹാർദം അത് വീണ്ടും വേറൊരു ക്വസ്റ്റ്യൻ ഇപ്പോൾ ചോദിച്ചിട്ടുണ്ട്. 2025 2 വട്ടം ഈ ഹാർദം ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വേറൊരു ട്വിസ്റ്റ്. ഹാർദവം എന്ന് ഒരിക്കലും നമ്മൾ പറയത്തില്ല, ഹാർദം എന്നേ പറയത്തുള്ളൂ, വാ അവിടെ വരത്തില്ല. അപ്പം അതായത് ഹാർദം എന്നേ പറയത്തുള്ളൂ. അപ്പം അദ്ദേഹത്തെ ഹാർദമായി സ്വാഗതം ചെയ്തു എന്നേ പറയത്തുള്ളൂ. അത് ഓപ്ഷൻ ബി ആണ്. ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആട്ടോ, ക്ഷമിക്കാം. അത് കഴിഞ്ഞിട്ട് അടുത്ത ചോദ്യം കുട്ടിച്ചോറാക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത് എന്നാണ് ചോദ്യം. അപ്പം നമുക്കറിയാം ഈ ശൈലി ചോദിക്കുമ്പോഴത്തേക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതേ അർത്ഥം തന്നെ എന്തായാലും ആ ശൈലിക്ക് അർത്ഥം വരില്ല. ഫോർ എക്സാമ്പിൾ കുട്ടിച്ചോറാക്കുക, കുട്ടിച്ചോറുണ്ടാക്കുക എന്ന് എന്തായാലും വരുന്നുണ്ടാവില്ല. അപ്പം അതിൽ നമുക്ക് അടുത്ത ഓപ്ഷൻ കബളിപ്പിക്കുക, അഴിമതി കാണുക, നശിപ്പിക്കുക. അപ്പോൾ കുട്ടിച്ചോറാക്കുക നമുക്ക് എല്ലാവർക്കും അറിയാം, കുട്ടിച്ചോറാക്കുക മീൻസ് കുട്ടി നശിപ്പിക്കുക എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ ഓപ്ഷൻ ഡി നശിപ്പിക്കുക എന്നാണ് അതിൻ്റെ പൂർണ്ണമായും പൂർണ്ണമായും നശിപ്പിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ താറുമാറാക്കുക എന്നതാണ് കുട്ടിച്ചോറാക്കുക എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ചധികം പ്രധാനപ്പെട്ട ശൈലികളൊന്ന് നോക്കി വെച്ചേക്കാം. ഒന്നാമത്തെ ആറാം വിരൽ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വിരൽ 5 വിരലുണ്ട്. പിന്നെ എക്സ്ട്രാ ഒരാളും കൂടെ ആകുമ്പോഴത്തേക്കും ഒന്നിനും കൊള്ളലാത്തവൻ അല്ലെങ്കിൽ പ്രയോജനമില്ലാത്ത ഒരാൾ എന്ന് എക്സ്ട്രാ വന്ന ഒരാൾ, അപ്പോൾ പ്രയോജനമില്ലാത്ത ഒരാൾ എന്നാണ് അതിനൊരു അർത്ഥം വരുന്നുണ്ടാവുന്നത്. അരക്കപ്പൊടി എന്ന് പറയുമ്പോൾ നിസ്സാരമായ കാര്യത്തെയാണ് അരക്കപ്പൊടി എന്ന് പറയുന്നുണ്ടാവുക. കൈ മലർത്തുക നമുക്കറിയാമല്ലോ, നിസ്സാര അവസ്ഥ അല്ലെങ്കിൽ ഒന്നുമില്ലെന്ന് പറയുക, അങ്ങനെ അതാണ് ഈ കൈ മലർത്തുക എന്ന് പറയുന്നത്. കണ്ണിലെ വെറുക്കപ്പെട്ടവനാണ് കണ്ണിലെ കരട് എന്ന് പറയുന്നത്. വെള്ളം വിഴുങ്ങുക എന്ന് പറയുമ്പോൾ ചതിക്കുക അല്ലെങ്കിൽ വഞ്ചിക്കുക എന്നാണ് വെള്ളം വിഴുങ്ങുകയ്ക്ക് അർത്ഥം വരുന്നുണ്ടാവുക. എണ്ണപ്പെട്ടവരാകുക എന്ന് പറയുമ്പോൾ കുറച്ച് പേരിൽ ഒരാൾ മാത്രമാകുക എന്നുള്ളതാണ്. പഞ്ചപുച്ഛം അടക്കുക എന്ന് പറയുമ്പോൾ വിനയത്തോടെ അല്ലെങ്കിൽ പേടിയോടെ നിൽക്കുക എന്നുള്ളതാണ് അർത്ഥം. തലപ്പാവ് വെക്കുക, ബഹുമാനിക്കുക എന്നുള്ളതാണ് അർത്ഥം. അപ്പം ആറാം വിരൽ എന്ന് പറയുമ്പോഴത്തേക്കും ഒന്നിനും കൊള്ളാത്തവനാണ്. അരക്കപ്പൊടി എന്ന് പറയുമ്പോൾ നിസ്സാരമായ കാര്യമാണ്. കൈ മലർത്തുക നിസ്സഹായ അവസ്ഥ പ്രകടിപ്പിക്കുക അല്ലെങ്കിൽ ഒന്നുമില്ലെന്ന് പറയുക എന്നൊക്കെയാണ്. കണ്ണിലെ കരടെന്ന് പറയുമ്പോൾ വെറുക്കപ്പെട്ടവനാണ്. വെള്ളം വിഴുങ്ങുക, ചതിക്കുക അല്ലെങ്കിൽ വഞ്ചിക്കുക എന്നതാണ്. എണ്ണപ്പെട്ടവരാകുക, കുറച്ചു പേർ ഒരാൾ മാത്രമാകുക. പഞ്ചപുച്ഛം അടക്കുക, വിനയത്തോടെ അല്ലെങ്കിൽ പേടിയോട് നിൽക്കുക. തലപ്പാവ് വെക്കുക, ബഹുമാനിക്കുക എന്നീ അർത്ഥങ്ങളാണ് വരുന്നത്. നമ്മൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ പൊതുവേ കാണുന്നൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഒന്നി അതേ ചോദ്യം തന്നെ അതുപോലെ തന്നെ റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ ആ ചോദിക്കുന്ന ഏരിയ അല്ലെങ്കിൽ ആ ഒരു കോർ ഐഡിയ വരുന്ന രീതിയിലും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ PSCയിൽ PYQ ഒക്കെ നമ്മൾ നോക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ PYQ ഇപ്പോൾ നോക്കി തുടങ്ങി മനസ്സിലായി. ഇപ്പോൾ 2025 മാത്രം എടുക്കുമ്പോൾ തന്നെ ചില കാര്യങ്ങളൊക്കെ വീണ്ടും ചോദിക്കുന്നുണ്ടെന്നുള്ള 2-3 ക്വസ്റ്റ്യൻ നോക്കി കഴിയുമ്പോഴത്തേക്കും 10 2 3 ചോദ്യം എന്തായാലും ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. കുറേ കൂടെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും 5-6 ചോദ്യങ്ങൾ എന്താവുന്നുണ്ട് ആവർത്തിച്ച് വരുന്ന മീൻസ് ഏരിയ അതുപോലെ നല്ല ഏരിയ അതുപോലെ ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ് വേറൊരു പോയിന്റ്. അപ്പോൾ
അടുത്ത ചോദ്യം, ഉന്നതം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഉന്നതം, അതും വീണ്ടും നമുക്കറിയാം ഒരുപാട് PSC ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഉന്നതം നതമാണ്. ഉന്നതത്തിൻ്റെ വിപരീത പദം എന്താണ്? നതമാണ്. ഉന്നതം നതമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് PSCയിലെ പ്രീവിയസ് ഇയർ അതിൽ ചോദിക്കുന്ന കുറച്ചധികം വിപരീത പദങ്ങൾ നമുക്ക് നോക്കാം. അതിൽ ഉന്നതം നമ്മൾ പറഞ്ഞു, ഉന്നതം നദം അല്ലെങ്കിൽ അവനതം എന്നും പറയാം. അപ്പോൾ ഉന്നതം നദമാണ്, ഉത്തമം അധമമാണ്, ഉത്തമം അധമമാണ്, ഉത്കർഷം അപകർഷമാണ്, ഉത്കർഷം അപകർഷമാണ്, ഉദയം അസ്തമയം, ഉദയം അസ്തമയം, ഉന്മുഖം വിമുഖം, ഉന്മുഖം വിമുഖം, ഉചിതം അനുചിതം, ഉചിതം അനുചിതം. അപ്പോൾ ഉന്നതം നദം, ഉത്തമം അധമം, ഉത്കർഷം അപകർഷം, ഉദയം അസ്തമയം, ഉന്മുഖം വിമുഖം, ഉചിതം അനുചിതം. അനുഭവം പ്രതിഭവം, അനുഭവം പ്രതിഭവം, അതിരൂക്ഷം മൃദു, അതിരൂക്ഷം മൃദു, പ്രത്യക്ഷം പരോക്ഷം, പ്രത്യക്ഷം പരോക്ഷം, സായൂജ്യം വൈയൂജ്യം, അത് ഓർത്ത് വെച്ചു, വേറെ ചോദിച്ചിട്ടുണ്ട്, സായൂജ്യം വൈയൂജ്യം, വിധായകം നിഷേധകം, വിധായകം നിഷേധകം. പിന്നെ ആഗമനം നിർഗമനം, ആഗമനം നിർഗമനം, ആസ്തികം നാസ്തികം, ആസ്തികം നാസ്തികം, ആകർഷണം വികർഷണം, ആകർഷണം വികർഷണം, ആഭ്യന്തരം ബാഹ്യം, ആഭ്യന്തരം ബാഹ്യം. അടുത്ത ചോദ്യം, ഈച്ച പര്യായ പദം താഴെ തന്നിരിക്കുന്നതിൽ ഏത് എന്നാണ് ചോദ്യം. അപ്പോൾ ഈച്ച, മക്ഷിക എന്നുള്ളതാണ് ഈച്ചയുടെ പര്യായ പദം, മക്ഷിക. അപ്പോൾ ഈച്ച നമുക്ക് ഈ കാര്യം പഠിക്കണം. തേനീച്ച നമുക്കറിയാം തേൻ മധുവാണ്. അപ്പോൾ തേനീച്ചയുടെ പര്യായ പദം എന്ന് പറയുമ്പോൾ മധുപം, ഭൃംഗം, മധുലികം എന്നൊക്കെ വരുന്നുണ്ടാവും. അപ്പം ഞാൻ മലയാളം പറയുന്നില്ലെങ്കിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ബിക്കോസ് ഞാൻ PSC പഠിച്ച് തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ എക്സാം അടുത്ത് വന്നതുകൊണ്ട് തന്നെ PYQs ഡിസ്കസ് ചെയ്തുകൊണ്ട് എന്തുകൊണ്ട് ഇട്ടുകൂടാന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ PYQ പഠിച്ചപ്പോഴത്തേക്കും എന്തുകൊണ്ട് ഒരു YT ചാനൽ അപ്ലോഡ് ചെയ്യുവാണെങ്കിൽ വീണ്ടും വീണ്ടും കേൾക്കാമെന്ന് തോന്നി. പബ്ലിക്കാണെങ്കിൽ ആരെങ്കിലും കണ്ട് ഉപയോഗപ്പെടുവാണെങ്കിൽ അവർക്ക് ഓക്കെ ആകട്ടെ എന്ന കാര്യത്തിനാണ് വീഡിയോ ഇടുന്നത്. അപ്പം ഞാൻ അത്ര PSC പഠിച്ച് തുടങ്ങുന്ന ഇന്നലെ പെയ്ത മൈൽ കൃത്യമാണ്. അപ്പോൾ നമുക്ക് അത്ര അറിയത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചില മിസ്റ്റേക്സ് ഒക്കെ വരാം. അപ്പോൾ ക്ഷമിക്കാം. അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ചധികം പര്യായ പദങ്ങൾ നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് ഓൾറെഡി പിടികിട്ടി ഈച്ച എന്ന് കണ്ടോണ്ടേ മക്ഷിക എന്ന് ഓർത്തിരിക്കാം. അടുത്തത് ആന. ആന കരി, വാരണം, ഗജം, മാതംഗം, കുഞ്ചരം, ഹസ്തി. ഈ വർഷം 2025 തന്നെ ആന വീണ്ടും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആന ഓർത്ത് വെച്ചേക്ക്. ആന കരി, വാരണം, ഗജം, മാതംഗം, കുഞ്ചരം, ഹസ്തി എന്നുകൂടി ഓർത്തിരിക്കുക. കുതിര. കുതിര അശ്വം, തുരകം, വാജി, ഹയം. അശ്വം, തുരകം, വാജി, ഹയം. പാമ്പ്. പാമ്പ് വേറെ ചോദിച്ചിട്ടുണ്ട്. പാമ്പ് സർപ്പം, അഹി, ഫണി, ഭുജംഗം, ഉരകം, പന്നകം. പാമ്പ്, സർപ്പം, അഹി, ഫണി, ഭുജംഗം, ഉരകം, പന്നകം. സിംഹം. സിംഹം കേസരി, ഹരി, പഞ്ചാസ്യൻ, മൃഗേന്ദ്രൻ ആണ്. അപ്പം നമുക്കറിയാം മൃഗങ്ങളുടെ രാജാവിൻ്റെ മൃഗേന്ദ്രൻ. പഞ്ചാസ്യൻ ഉണ്ട്, ഹരി ഉണ്ട്, കേസരി ഉണ്ട്. പിന്നെ പക്ഷി. പക്ഷി ഗഹം, ഖഗം. പക്ഷി ഖഗം, പക്ഷി ഖഗം, വിഹഗം, അണ്ടജം. മുട്ടയിൽ നിന്ന് ജനിക്കുന്നതായത് അണ്ടജം എന്ന് പറഞ്ഞാൽ ദ്വിജം, രണ്ട് ചെറുകൾ ദ്വിജം. അപ്പോൾ ഖഗം, വിഖഗം, അണ്ടജം, ദ്വിജം ഓർത്തിരിക്കുക. മയിൽ. മയിൽ കേകി, ഷിഗി, ബർഹി, സാരംഗം. മയിൽ കേകി, ഷിഗി, ബർഹി, സാരംഗം എന്നുകൂടി ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ഇത് നിങ്ങൾക്ക് PSC 2-3 കുറച്ച് പരീക്ഷ എഴുതിയവർക്ക് തന്നെ അറിയാം. ഇത് വീണ്ടും വീണ്ടും ചോദിക്കുന്ന ചോദ്യമാണെന്ന് അറിയാം. എന്താണ് അവൻ? അവൻ എന്ന പദം എങ്ങനെ പിരിച്ചെഴുതാം? ആ പ്ലസ് അന്നാണ് അവൻ. ഇതിൽ റൂൾ എന്താണെന്ന് ചോദിച്ചാൽ റൂളും കൂടെ അറിഞ്ഞിരിക്കണം. ഈ ആ എന്ന് പറയുന്ന സ്വരാക്ഷരത്തിനോട് വീണ്ടും ഒരു സ്വരാക്ഷരമായിട്ട് വരുവാണെങ്കിൽ അവിടെ യാ അല്ലെങ്കിൽ വാ വരും. അതാണ് ഈ അവൻ, അവൾ എന്നൊക്കെ ചോദിക്കത്തില്ല. അപ്പം ആ പ്ലസ് അന്നാണ് അവൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, ആ എന്ന അക്ഷരത്തോടു കൂടി വീണ്ടും ഒരു സ്വരം വരികയാണെങ്കിൽ യാ അല്ലെങ്കിൽ വാ വരും. അയാള് എന്ന് പറയത്തില്ല, അവൻ. അപ്പം അതൊക്കെ ഓർത്തിരിക്കുക. അതാണ് ആ പ്ലസ് അന്നാണ് അവൻ എന്ന് റൂളും കൂടെ ഓർത്തിരിക്കുക. ഈ മിക്കവാറും ഉള്ള പിരിച്ചെഴുതുക അല്ലെങ്കിൽ അതിനൊക്കെ വന്നിട്ട് ഇതേപോലത്തെ എന്തെങ്കിലും റൂൾ വരും. നമുക്ക് 2-3 ക്വസ്റ്റ്യൻസ് ഇതേപോലെ വരും. മറ്റേ കാക്ക വരുമ്പോഴത്തേക്ക് മൃദു ആകുന്നത്, പിന്നെ മറ്റേ വെണ്മ, അതിനൊക്കെ റൂളുണ്ട്. റൂൾ അറിഞ്ഞിരുന്നാൽ അതുപോലത്തെ ക്വസ്റ്റ്യൻ നമുക്ക് സുഖമായിട്ട് പിരിച്ചെഴുതുക, ഭയങ്കര എളുപ്പമായിട്ട് എഴുതാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് അടുത്ത ചോദ്യം 4-5. 4-5 എന്ന പദത്തെ ഘടകപദങ്ങളാക്കുക എന്നാണ്. അപ്പോൾ അറിയാം 4, 5. അപ്പോൾ 4-5 എന്ന് പറയുമ്പോൾ 4, 5 ഉറപ്പിച്ച് പറഞ്ഞാൽ 4, 5. ഈ ഘടകപദങ്ങളാക്കുക എന്ന് പറയുമ്പോൾ മിക്കവാറും വരുന്ന സമാസത്തിലായിരിക്കും വരുന്നുണ്ടാവുക. ഈ സമാസത്തിനെ പറ്റി പറയുമ്പോഴത്തേക്കും
നിങ്ങൾ മെയിൻലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് ദ്വിഗു സമാസവുമുണ്ട്, ദ്വന്ദ്വ സമാസമുണ്ട്. ദ്വിഗു സമാസം എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യത്തെ പദം എപ്പോഴും ഒരു സംഖ്യയായിരിക്കും, രണ്ടാമത്തെ പദം ഒരു നാമവും. ഫോർ എക്സാമ്പിൾ മുക്കണ്ണൻ, 3 കണ്ണുള്ളവൻ, 4 പന്തി, 4 പന്തികളുടെ കൂട്ടം, പഞ്ചരത്നം, 5 രത്നങ്ങൾ. ദ്വന്ദ്വ സമാസം എന്ന് പറയുമ്പോഴത്തേക്ക് 2 പദങ്ങൾക്കും തുല്യമായ പ്രാധാന്യം വരും. നേരത്തെ എന്ന് പറയുമ്പോൾ 4, 5 എന്ന് പറയുമ്പോൾ 4, 5 2 പദങ്ങൾക്ക് തുല്യ പ്രാധാന്യം കൊടുത്തില്ലല്ലോ. പക്ഷെ ദ്വന്ദ്വ സമാസം അങ്ങനെയല്ല, 2 പദങ്ങൾക്കും എന്ത് കൊടുക്കും? തുല്യമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. കൈകാലുകൾ, കയ്യും കാലും, രാപ്പകലുകൾ, രാവും പകലും. അതാണ് സംഭവം. അപ്പൊ ദ്വന്ദ്വ സമാസം ഓർത്തിരിക്കുക. ദ്വിഗു ഒരു പരീക്ഷയിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന ദ്വന്ദ്വ സമാസം ഏത് എന്ന് അങ്ങനെ ചോദിച്ചപ്പോൾ നമുക്ക് എന്താണ് ദ്വന്ദ്വ സമാസം എന്ന് അറിഞ്ഞിരിക്കണം. 2 ആൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ദ്വന്ദ്വ സമാസം, മറ്റേ ആദ്യം നമ്പറും പിന്നെ നാമവും വരുന്നത് ദ്വിഗു സമാസമായിരിക്കും. അത് കഴിഞ്ഞിട്ട് മറ്റേത് ബഹുവിക്രി അങ്ങനെ എന്തോ വരുന്ന സമാസമാണ് ഈ 4, 5 ആ രീതിയിലൊക്കെ വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ അലിംഗ ബഹുവചനത്തിന്റെ ഉദാഹരണം ഏത്? അലിംഗ ബഹുവചനം, അപ്പം പേര് കേൾക്കുമ്പോൾ പറയാം ലിംഗമില്ലാത്ത ബഹുവചനം. അപ്പം സ്ത്രീ എന്നോ പുരുഷനെന്നോ എടുത്ത് പറയാത്ത ബഹുവചനം ഏത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ജനങ്ങൾ. ജനങ്ങൾ എന്താണ്? അതിൽ സ്ത്രീയും വരും പുരുഷനും വരും, അപ്പം അതിന് ലിംഗമില്ല. അപ്പം ജനങ്ങളായിരിക്കും എന്ത്? അലിംഗ ബഹുവചനം. ബാക്കി അങ്ങോട്ട് വായിക്കേണ്ട ആവശ്യമേ വന്നില്ല. അപ്പം ശാസ്ത്രികൾ, പിന്നെ വനിതകൾ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട് സ്ത്രീയാണ് എന്നുള്ളത്. അപ്പം എന്താണ് ലിംഗ ബഹുവചനം എന്ന് പറയുമ്പോഴത്തേക്കും ലിംഗം സ്പെസിഫൈ ചെയ്യാതെ ലിംഗഭേദമന്യേ പറയുന്നതാണ് എന്ത്? അലിംഗ ബഹുവചനം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ബഹുവചനങ്ങളെ പറ്റി പറയാം. ബഹുവചനം അല്ല പ്ലൂറലാണ് എന്ത്? ബഹുവചനം എന്ന് പറയുന്നത്. ഇതിലെന്ന് പറയുമ്പോൾ അലിംഗ ബഹുവചനം നേരത്തെ പറഞ്ഞ പോലെ ജനങ്ങൾ, മരങ്ങൾ, പുസ്തകങ്ങളൊക്കെ ലിംഗം അങ്ങനെ എടുത്ത് ലിംഗഭേദം അന്യേ പറയുന്നതാണ് അലിംഗ ബഹുവചനം. അതല്ലാണ്ട് പുരുഷ പുല്ലിംഗവും ഉണ്ട് സ്ത്രീലിംഗവും ഉണ്ട്. ഇതിൽ പുല്ലിംഗമായിട്ട് വരുന്നത് മിടുക്കന്മാർ, അച്ഛന്മാർ, സഹോദരന്മാർ, അതൊക്കെ പുരുഷന്മാരെ അത് ഊന്നി പറയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത് പുല്ലിംഗ ബഹുവചനങ്ങളായിരിക്കും. സ്ത്രീലിംഗ ബഹുവചനങ്ങൾ എന്ന് പറയുമ്പോൾ മിടുക്കികൾ, പെൺകുട്ടികൾ, അമ്മമാർ, ഇതൊക്കെ എന്തായിരിക്കും? സ്ത്രീലിംഗ ബഹുവചനമാണ്. ഇത് രണ്ടുമല്ലാണ്ട് പൂജക ബഹുവചനങ്ങളുണ്ട്. ബഹുമാന സൂചകമായിട്ട് പറയുന്നതാണ് പൂജക ബഹുവചനങ്ങൾ എന്ന് പറയുന്നത് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ സ്ത്രീലിംഗത്തിന് ഉദാഹരണം ഏത് എന്നാണ് ചോദ്യം. അപ്പോൾ ഇത് നമുക്കറിയാം, നമ്മൾ മിക്കവാറും സ്ത്രീലിംഗം എഴുതുന്ന ഈ വള്ളിയാണ് അപ്പോൾ സ്ത്രീ എന്ന് പറയാൻ നമുക്ക് തോന്നും. അപ്പോൾ അത് വരുമ്പോൾ നമുക്ക് വിലാസി വിനോദിനി വരുമ്പോൾ ഒബ്വിയസ്ലി എന്നെപ്പോലെ ഒരാൾക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നും. പക്ഷെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, വിലാസിയും വിനോദിയും എന്താണ്? പുല്ലിംഗമാണ്. വിലാസിയുടെ സ്ത്രീലിംഗം വിലാസിനിയും വിനോദിയുടെ സ്ത്രീലിംഗം വിനോദിനിയുമാണെന്നുള്ളത് ഓർത്തിരിക്കാം. സിംഹം നമുക്ക് കാണുമ്പോഴേ അറിയാം അതെന്തായാലും പുല്ലിംഗമാണ്. അപ്പോൾ എന്തായാലും ഓപ്ഷൻ ബി ആണ് യോദ്രി. യോദ്ധാവിൻ്റെ സ്ത്രീലിംഗമാണ് യോദ്രി. അപ്പോൾ സ്ത്രീലിംഗം ഏതാണ്? യോദ്രി എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ വിലാസി വിലാസിനിയാണെന്നും വിനോദി വിനോദിനിയാണെന്നും വള്ളിയാണെന്നും ഉടനെ സ്ത്രീലിംഗമായിട്ട് എഴുതുന്ന ആ ഒരു സാധനം മാറ്റി എഴുതാം. നമുക്കത് അങ്ങനെ അല്ല, അതിന് കുറേയധികം റൂൾസ് ഉണ്ടെന്നും കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സ്ത്രീലിംഗവും സ്ത്രീലിംഗവും പുല്ലിംഗവും നമുക്ക് നോക്കാം. യോദ്ധാവും യോദ്രി, യോദ്ധാവ് യോദ്രി, നേതാവ് നേത്രി, ദാതാവ് ധാത്രി, കർത്താവ് കർത്തൃ. അതല്ല ആ ത്രീ വരുന്ന വിഭാഗത്തിൽ പെട്ടതാണ്. അതല്ലാണ്ട് ആൾക്കാർ വരാറുണ്ട്. എന്താണ്? വൃദ്ധൻ വൃദ്ധ, അജൻ അജ, കോകിലം കോകില, ശിഷ്യ ശിഷ്യൻ ശിഷ്യ എന്ന് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് വള്ളി വരുന്നുണ്ട്. വിലാസി വിലാസിനി, വിനോദി വിനോദിനി, മായാവി മായാവിനി, തപസ്വി തപസ്വിനി, തേജസ്വി തേജസ്വിനി. എനിക്കിത് എന്താ ഇവിടെ കിട്ടുന്നത്? ഞാൻ ആക്ച്വലി ജെമിനി എന്നാട്ടോ പഠിക്കാൻ എളുപ്പത്തിന് നമ്മളിപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ജെമിനിന് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ജെമിനി ആക്ച്വലി അതിൻ്റെ ഉത്തരവും റിലേറ്റഡ് ആയിട്ട് ടോപ്പിക്സും പറയുന്നുണ്ട്. അത് ഒട്ടുമിക്ക റിലേറ്റഡ് ടോപ്പിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും മുമ്പ് PYQs ആയിട്ട് ചോദിച്ചാണ്. അപ്പം അങ്ങനെ പഠിച്ചു പോകുമ്പോഴത്തേക്ക് നമുക്ക് റിലേറ്റഡ് ടോപ്പിക്സ് കുറച്ചും കൂടെ അധികം നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ മാത്രം പഠിക്കുന്നതിനെക്കാട്ട് റിലേറ്റഡ് ടോപ്പിക്സ് ആയിട്ടും പഠിച്ചു പോകുമ്പോഴത്തേക്കും കുറച്ച് അധികം പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് പഠിച്ചു പോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ജെമിനിയാണ്, ചിലപ്പോൾ ജെമിനിക്കും തെറ്റ് പറ്റുക. അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം കേട്ടോ. അടുത്ത ചോദ്യം, ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നതിൻ്റെ ഒറ്റപ്പദം. ഇത് നമുക്കറിയാം, ഒരുപാട് പരീക്ഷയിൽ ഈ ഒരു ഏരിയയിൽ നിന്നും ചോദിക്കാറുണ്ട്. അപ്പോൾ ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ ആരാണ്? ഭുഭുക്ഷു ആണ്. ഓർക്കേണ്ട കാര്യം ആ 2 ഐഡിയ പഠിക്കാനുണ്ട്. ആഗ്രഹിക്കുന്നവനാണെങ്കിൽ ഭുഭുക്ഷു എന്നും ആഗ്രഹമാണെങ്കിൽ ഭുഭുക്ഷ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആഗ്രഹം ഭുഭുക്ഷ ആണെന്നുള്ളതും ഭുഭുക്ഷ ആണെന്നുള്ളതും ആഗ്രഹിക്കുന്നവൻ ചോദിച്ചാൽ ഭുഭുക്ഷു ആണെന്നും ഓർത്തിരിക്കുക. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടി പഠിച്ചിരിക്കണം. ബിക്കോസ് ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ മാത്രമല്ല, കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ, മോക്ഷം ആഗ്രഹിക്കുന്നവർ, പല പല ഏരിയാസ് ഇതിനകത്ത് തന്നെ ഉണ്ട്.
അപ്പോൾ അത് നിങ്ങൾ ഓർക്കേണ്ട കാര്യം പിപാസു ആണ്. കുടിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് പിപാസു, മോക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് മുമുക്ഷു, അറിയാൻ ആഗ്രഹിക്കുന്നവനാണ് ജിജ്ഞാസു, ജയിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് ജിഗീഷു, യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നവനാണ് യുയുത്സു, കാണാൻ ആഗ്രഹിക്കുന്നവനാണ് ദിദൃക്ഷു. അപ്പോൾ ഓർത്തുന്ന കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ പിപാസു, മോക്ഷം ആഗ്രഹിക്കുന്നവൻ മുമുക്ഷു, അറിയാൻ ആഗ്രഹിക്കുന്നവൻ ജിജ്ഞാസു, ജയിക്കാൻ ആഗ്രഹിക്കുന്നവൻ ജിഗീഷു, യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നവൻ യുയുത്സു, കാണാൻ ആഗ്രഹിക്കുന്നവൻ ദിദൃക്ഷു എന്നുകൂടി ഓർത്തിരിക്കാം. അടുത്ത ചോദ്യം, കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്ന പഴഞ്ചൊല്ല് അർത്ഥമാക്കുന്നത് എന്ത്? അപ്പം നമുക്കറിയാം, നമുക്കൊരു കാര്യം ആവശ്യപ്പെട്ടാലേ അത് കിട്ടത്തുള്ളൂ. അതാണ് ഈ കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഏതായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, ഈ ശൈലി ചോദിക്കുമ്പോൾ പഴഞ്ചൊല്ല് ചോദിക്കുമ്പോൾ അതിൻ്റെതായ അതേ അർത്ഥം ചോദിക്കും. കരഞ്ഞാലേ പാല് കിട്ടൂ, അത് എഴുതി വെക്കരുത്. അതിനെന്താണ് ഇന്നർ മീനിങ് ഉണ്ട് എന്നൊരു സാധനം കൂടി കത്തണം. അപ്പം എന്താണ്? ആവശ്യപ്പെട്ടാലേ ലഭിക്കേണ്ടതുള്ളൂ. അതാണ് എന്ത്? നമ്മുടെ ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം വരുന്നുണ്ടാവുക. അപ്പോൾ ഇതുപോലെയുള്ള കുറച്ചധികം പഴഞ്ചൊല്ലുകൾ നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തേത്, ആഴമറിയാതെ കാല് വെക്കരുത്. എന്താണ്? ഒരു കാര്യത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ ചിന്തിക്കാതെ അതിൽ ഇറങ്ങി നിൽക്കരുത് എന്ന് പറയുന്നതാണ് ആഴമറിയാതെ കാല് വെക്കരുതെന്ന് പറയുന്നത്. മിന്നുന്നതെല്ലാം പൊന്നല്ല, അത് ഭയങ്കര കോമൺ ആണ്. എന്താണ്? പുറമേ കാണുന്ന ഭംഗി കണ്ട് ഒന്നിനെയും വിലയിരുത്തരുത്. അതാണ് മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്നത്. അടുത്തത്, അത്തം കറുത്താൽ ഓണം വെളുക്കും. ഇത് ആക്ച്വലി കാലാവസ്ഥ ആയിട്ട് ബന്ധപ്പെട്ട് പറയുന്നതാണ്. അത്തം കറുത്താൽ ഓണം വെളുക്കും എന്ന് പറയുന്നത്. അടുത്തത്, വേലി തന്നെ വിളവ് തിന്നു. ഈ അർത്ഥം വരുന്ന പഴഞ്ചൊല്ല് വേറെയും ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഈ 2025 തന്നെ. അല്ല, എന്താണ്? സംരക്ഷിക്കേണ്ടവർ തന്നെ നശിപ്പിക്കുക. അതാണ് വേലി തന്നെ വിളവ് തിന്നുക എന്ന് പറയുന്നത്. അടുത്തത്, ചക്കിക്കൊത്ത ചങ്കരൻ. എന്താണ്? ഒന്നിനൊന്ന് മെച്ചപ്പെട്ടവർ അല്ലെങ്കിൽ സമാന സ്വഭാവമുള്ള ആൾക്കാരായ ദമ്പതികളോ അല്ലെങ്കിൽ വ്യക്തികളെ പറയുന്നതാണ് ചക്കിക്കൊത്ത ചങ്കരൻ എന്ന് പറയുന്നത്. താൻ പാതി ദൈവം പാതി. നമ്മൾ പകുതി ശ്രമിച്ചാൽ ബാക്കി ദൈവം സഹായിക്കും. അതാണ് താൻ പാതി ദൈവം പാതി. ഓക്കെ അല്ലേ? അപ്പോൾ ആഴമറിയാതെ കാല് വെക്കരുത്, മിന്നുന്നതെല്ലാം പൊന്നല്ല, അത്തം കറുത്താൽ ഓണം വെളുക്കും, വെയിൽ തന്നെ വിളവ് തിന്നുക. അത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. ചക്കിക്കൊത്ത ചങ്കരൻ, താൻ പാതി ദൈവം പാതി. ഇതൊക്കെ ഓർത്തിരിക്കാം. അടുത്ത ചോദ്യം, പ്രാസാദം എന്നതിൻ്റെ സമാന പദം. ഇത് ആക്ച്വലി പ്രാസാദം, നമുക്ക് പ്രസാദം നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ പ്രാസാദം എന്ന് പറയുന്ന മാളികയാണ്. പ്രാസാദം എന്ന് പറയുന്നത് കൊട്ടാരം അല്ലെങ്കിൽ വലിയ വീട് അല്ലെങ്കിൽ മാളികയാണെന്ന് ഓർത്തിരിക്കുക. പ്രസാദമാണ് എന്ത്? അനുഗ്രഹം അല്ലെങ്കിൽ തെളിച്ചം എന്നൊക്കെ അർത്ഥം വരുന്നത് എന്നുകൂടി ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ദ്വിത്വസന്ധിക്ക് ഉദാഹരണം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് പോയിട്ടുണ്ട്. നമ്മൾ 122 ക്വസ്റ്റ്യൻ 122/2025 ക്വസ്റ്റ്യൻ പേപ്പറിലെ 10 ക്വസ്റ്റ്യൻ റിലേറ്റഡ് ഫാക്ട്സ് നോക്കി. അപ്പോൾ ആ ഒരു ഐഡിയ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടുള്ള 119/2025 പോകാം. ആദ്യത്തെ ചോദ്യം തന്നെ എന്താണ്? ദ്വിത്വസന്ധിക്ക് ഉദാഹരണം അല്ലാത്തവ ഏത്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്താണ് ദ്വിത്വസന്ധി? ചേരുമ്പോൾ ഇരട്ടിക്കുന്നതാണ് എന്ത്? ദ്വിത്വസന്ധി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? അതല്ല. അപ്പോൾ അത് നമുക്കറിയാം, അത് പ്ലസ് അല്ലാണ്. അവിടെ എന്താണ്? ആ ലോപിക്കുക ചെയ്ത്. അപ്പോൾ അതല്ല, എന്തായാലും ദ്വിത്വസന്ധി അല്ല. മഴുവില്ല എന്താ? മഴു പ്ലസ് അധികം ഇല്ലാണ്. ഇത് ആഗമസന്ധിക്ക് ഉദാഹരണമാണ്. അപ്പോൾ എന്താണ് ദ്വിത്വസന്ധി? ഇരട്ടിക്കുന്നതാണ്. 800. അപ്പം ഞാൻ അവിടെ എന്ത് ചെയ്തു? ഇരട്ടിച്ചു അല്ലേ? അപ്പോൾ ഇരട്ടിക്കുന്നതാണ് എന്താ? ദ്വിത്വസന്ധി. ഇത് ഓപ്ഷൻ സി ആണ്. നിങ്ങൾ ആലോചിച്ച് ഓപ്ഷൻ ഡി എവിടെ നിന്ന് ആലോചിക്കും. ഇത് മറ്റേ 1, 2, 3 തന്നിട്ട് 1 ശരി 2 ശരി 2 അല്ല, അങ്ങനത്തെ ആ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൽ 3 തന്നിട്ടുള്ളൂ, പിന്നെ 1 ശരി 2 അങ്ങനത്തെ ആണ്. ഞാൻ അത് എഴുതിയിട്ടില്ല, ജസ്റ്റ് ആ ഓപ്ഷൻ മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ അതാണ് ഈ 3. അപ്പോൾ എന്താണ്? ദ്വിത്വസന്ധിക്ക് ഉദാഹരണം 800 ആണെന്നുള്ളത് ഓർത്തിരിക്കാം. അടുത്തത് നമുക്ക് സന്ധികളെ പറ്റി അറിഞ്ഞിരിക്കണം. നമുക്ക് ആക്ച്വലി ബേസിക്കലി നമുക്ക് അറിയണം 4 സന്ധികളുണ്ട്. ലോപസന്ധി ഉണ്ട്, ആഗമസന്ധി ഉണ്ട്, ദ്വിത്വസന്ധി ഉണ്ട്, ആദേശസന്ധി ഉണ്ട്. അതിൽ ലോപസന്ധി എന്ന് പറയുമ്പോഴത്തേക്കും 2 പദങ്ങൾ ചേരുന്ന സമയത്ത് ഒരു അക്ഷരം ലോപിക്കും അല്ലെങ്കിൽ ഒരു അക്ഷരം ഇല്ലാതാകും. അതാണ് ലോപസന്ധി. അതല്ല എന്ന് പറയുമ്പോൾ അതു പ്ലസ് അല്ല, ആ സ്വരം എന്ത് ചെയ്തു? ലോപിച്ചു. അതാണ് അതല്ല ആയിട്ട് മാറിയത്. അത് കഴിഞ്ഞ് എന്താണ്? ആഗമസന്ധി എന്ന് പറയുമ്പോഴത്തേക്ക് പുതിയൊരു അക്ഷരം വരും. തിരുവോണം, തിരു പ്ലസ് ഓണമാണ് തിരുവോണം, വന്നു. ആ ഒരു കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. ദ്വിത്വസന്ധി എന്ന് പറയുമ്പോഴത്തേക്കും 2 പദങ്ങൾ തമ്മിൽ ചേരുന്ന സമയത്ത് ഒരു വ്യഞ്ജനാക്ഷരം എന്ത് ചെയ്യും? ഇരട്ടിക്കും. ഫോർ എക്സാമ്പിൾ കടൽ പ്ലസ് കര, കടൽക്കര. അപ്പം എന്ത്? ആ വ്യഞ്ജനാക്ഷരം കാ എന്ത് ചെയ്തു? ഇരട്ടിച്ചു. അതാണ് കടൽക്കര എന്ന് പറയുന്നത്. ആദേശസന്ധി എന്ന് പറയുമ്പോഴത്തേക്ക് 1 വരുമ്പോൾ 1 പോകും. അതാണ് എന്ത്? ആദേശസന്ധി എന്ന് പറഞ്ഞപ്പോൾ ലോപസന്ധി ഉണ്ട്, ആഗമസന്ധി ഉണ്ട്, ദ്വിത്വസന്ധി ഉണ്ട്, ആദേശസന്ധി ഉണ്ട് എന്നും കൂടി ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം,
ദ്വന്ദ്വ സമാസത്തിന് ഉദാഹരണം നമ്മൾ നേരത്തെ പഠിച്ചപ്പോഴേ പറഞ്ഞൊരു കാര്യമാണ്. സമാസം പഠിക്കുമ്പോൾ ദ്വിഗു സമാസം, ദ്വന്ദ്വ സമാസം, ബഹുവിക്രിയ ഉണ്ടെന്ന് പഠിച്ചേക്കാൻ പറഞ്ഞു. നേരെ നമുക്ക് ആ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചിട്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് വന്നപ്പോൾ തന്നെ അതിൽ നിന്നും ഒരു ഏരിയ വീണ്ടും ചോദിച്ചു. ഏത്? ദ്വന്ദ്വ സമാസം ഏത്? അപ്പം നമുക്കറിയാം ദ്വന്ദ്വ സമാസം എന്താണ്? രണ്ടിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് ദ്വന്ദ്വ സമാസം എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഇവിടെ? കൈ കാല്. അപ്പം കയ്യും കാലും. ആന കുതിരകൾ, ആനയും കുതിരയും. താമരക്കണ്ണൻ, താമരക്കണ്ണൻ എന്താണ്? താമര പോലുള്ള കണ്ണുള്ളവരാണ്. അപ്പം അതെന്തായാലും എന്തല്ല? ദ്വന്ദ്വ സമാസമല്ല. അപ്പം ഏത് വരും? കൈകാലും ആന കുതിരകളും. ഓപ്ഷൻ എയും ബിയും. കണ്ട, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പോൾ നമുക്ക് ഒരു മാർക്ക് സുഖമായിട്ട് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കിട്ടി. അപ്പോൾ ഓർത്തുന്നു. അപ്പം എന്താണ്? ദ്വന്ദ്വ സമാസം. അപ്പോൾ നമുക്ക് എന്താണ് റിലേറ്റഡ് ഫാക്ട്സ് നോക്കുമ്പോൾ ദ്വന്ദ്വ സമാസം അറിയണം. രണ്ട് പദങ്ങൾക്കും ഒരേപോലെ പ്രാധാന്യം ലഭിക്കുന്നതാണ് ദ്വന്ദ്വ സമാസം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ രാപ്പകലുകൾ, രാവും പകലും. അച്ഛനമ്മമാർ, അച്ഛനും അമ്മയും എന്നായിരിക്കും പറയുന്നുണ്ടാവുക. അടുത്തത് ബഹുവിക്രിയ സമാസമായിരിക്കും. അതെന്തായിരിക്കും? മൂന്നാമതാക്ക്. ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ 4, 5, 4, 5 അതെന്താണ്? ബഹുവിക്രിയ സമാസത്തിന് ഉദാഹരണമായിരിക്കും. ദ്വിഗു സമാസം എന്താണ്? ആദ്യത്തെ ഒരു സംഖ്യയായിരിക്കും. 4 പന്തി, 4 പന്തി, അല്ലെങ്കിൽ മുവ്വടി, പഞ്ചരത്നം, 5 രത്നങ്ങൾ. ആ ഒരു കാര്യങ്ങളൊക്കെ ആയിരിക്കും ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, അരയന്നം. അരയന്നം എന്ന പദത്തിന് പര്യായമായി വരുന്നത് ഏത്? അത് ആക്ച്വലി നമ്മൾ നേരത്തെ പഠിച്ച പര്യായങ്ങളൊന്നും അരയന്നം വന്നില്ല. അപ്പം നമുക്ക് കണ്ണുംപൂട്ടി എഴുതാം. അരയന്നം എന്താണ്? ഹംസമാണെന്ന് അറിയാം. അപ്പോൾ ശുകം ആൻഡ് പികം എന്ന് ചോദിക്കും. ശുകം എന്ന് പറയുമ്പോഴത്തേക്കും അത് തത്തയാണ്. ശുകം ശുഭകരമായ കാര്യമാണ്, തത്ത. അപ്പം എന്താണ്? ശുകം തത്തയും. പികം എന്ന് പറയുന്നത് കുയിലാണ്. പികം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? കുയിലാണെന്നും ഓർത്തിരിക്കുക. അപ്പം അരയനത്തിൻ്റെ പര്യായ പദമാണ് ഹംസം. ശുകം തത്തയാണെന്നും പികം കുയിലാണെന്നും ജെമിനി പറഞ്ഞു കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് കുറച്ചധികം റിലേറ്റഡ് ആയിട്ടുള്ള പര്യായ പദങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ അരയന്നം ഓർത്തിരിക്കുക. അരയന ഹംസം, ചക്രാകം, മാനസൗകം എന്നും പറയാം. ഹംസം, ചക്രാകം, മാനസൗകം എന്നും പറയുന്നുണ്ടാകും. തത്ത, ശുകം, കീരം, രക്തതുണ്ടം. ചുവന്ന തുണ്ടായതുകൊണ്ട് രക്തതുണ്ടം എന്നും പറയാറുണ്ട്. കുയിൽ ഓർത്തിരിക്കുക. പികം, പികമുണ്ട്. കോകിലം, പരമൃതം. ഈ പരമൃതം എന്ന വാക്ക് ഓർത്ത് വെച്ചോണ്ട്, അതായത് പരമൃതം നമ്മൾ വേറൊരു കുയിൽ എന്താ ചെയ്യുക? കാക്കയുടെ കൂട്ടിപ്പോയി മുട്ടിടും. അപ്പം വേറൊരാളും അതാണ് വേറെ ഡിപ്പെൻഡ് ചെയ്യാത്തൊക്കെയാണ് പരമൃത എന്നൊക്കെ പറയുന്നത്. അപ്പം പരമൃതം എന്ന് ആരാ അറിയപ്പെടുന്നുണ്ട്? കുയിലിനെ അറിയപ്പെടുന്നുണ്ട്. മയിൽ വീണ്ടും വന്നിട്ടുണ്ട്. കേകി, ശിഖി, നീർഖണ്ഡൻ, ബർഹി എന്നൊക്കെ പറയും മയിലാണ്. കാക്ക, വായസം, ബലിപുഷ്ടം, കരടം എന്നൊക്കെ പറയുന്ന കാക്കയാണ് എന്നുകൂടി ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം വീണ്ടും വന്നു. ഞാൻ പറഞ്ഞില്ലേ അന്യനാൽ വളർത്തപ്പെട്ടവൾ എന്ന അർത്ഥം വരുന്ന പദം ഏതെന്ന് ചോദിക്കും. പറയാം. അന്യനാൽ, പരംധൃത. നേരത്തെ നമ്മൾ കുയിലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പരംധൃത എന്ന് പറഞ്ഞതാണ് കുയിലിൻ്റെ പര്യായ പദമാണ്. അപ്പം അന്യനാൽ വളർത്തപ്പെട്ടവൾ അങ്ങനത്തെ അർത്ഥം എന്താണ്? പരംധൃത. അപ്പം കപോതം എന്താണ്? കപോതം പ്രാവാട്ടോ. അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം ശുകം തത്ത കാര്യം വന്നിട്ട് ശുകം തത്ത, പികം കുയിൽ, കപോതം പ്രാവ് എന്നൊക്കെ ഓർത്തിരിക്കുക. ജാമി പെങ്ങൾ അല്ലെങ്കിൽ സഹോദരി, അതാണ് ജാമി എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്തത് പ്രാചീനം എന്ന പദത്തിൻ്റെ വിപരീത പദം താഴെ പറയുന്നവൽ കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. പ്രാചീനം നമുക്കറിയാം. നവീനം. പ്രാചീനത്തിൻ്റെ എന്താണ് വിപരീതമാണ്? ഏത്? ഓപ്ഷൻ എ, നവീനം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കുറച്ചധികം വിപരീത പദങ്ങൾ നമുക്ക് നോക്കാം. നമുക്ക് നേരത്തെ ചോദിച്ചത് വേറെ എന്തോ ചോദ്യമായി. ഓക്കെ, പ്രാചീനം, നവീനം. പുരാതനം, ആധുനികം. ഭൂതം, ഭാവി. പുരോഗമനം, പാശ്ചാത്ഗമനം. ആസ്തികം, നാസ്തികം. ആഗമനം, നിർഗമനം. പ്രത്യക്ഷം, പരോക്ഷം. സായുജ്യം, വൈയുജ്യം. വിധായകം, നിഷേധകം. ഉത്കർഷം, അപകർഷം. അനുഭവം, പ്രതിഭവം. ഓർത്തിരിക്കുക. അപ്പോൾ ആസ്തികം, നാസ്തികം. ആഗമനം, നിർഗമനം. പ്രത്യക്ഷം, പരോക്ഷം. സായുജ്യം, വൈയുജ്യം. വിധായകം, നിഷേധകം. ഉത്കർഷം, അപകർഷം. അനുഭവം, പ്രതിഭവം. പ്രാചീനം, നവീനം. പുരാതനം, ആധുനികം. ഭൂതം, ഭാവി. പുരോഗമനം, പശ്ചാത്ഗമനം. അടുത്ത ചോദ്യം, ഏട്ടിലെ പശു പുല്ല് തിന്നില്ല എന്നിലെ ഏട്ടിലെ പശു എന്നെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അപ്പോൾ അതായത് അവസരവാദി, ലാഭകരമായ വസ്തു, പ്രയോജനശൂലം. ആക്ച്വലി ഓപ്ഷൻ സി പ്രയോജനശൂലമാണ്. ഏട്ടിലെ പശു, ഏട് എന്ന് പറയുന്നത് ആക്ച്വലി പുസ്തകമാണ്. അപ്പോൾ ഏട്ടിലെ പശു പുസ്തകത്തിൽ വരച്ചിരിക്കുന്ന പശു. അപ്പോൾ പുസ്തകത്തിൽ വരച്ചിരിക്കുന്ന പശുവിനെ പശു എന്ന് വിളിച്ചാൽ പുല്ല് തിന്നോ? ഇല്ല. അപ്പോൾ അതായത് പ്രയോജനശൂലമായ കാര്യമാണ് ഈ ഏട്ടിലെ പശു പുല്ല് തിന്നില്ല എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ചധികം ശൈലികൾ നമുക്ക് നോക്കാം. വെള്ളരിക്കാപട്ടണം, ഭരണമില്ലാത്ത അല്ലെങ്കിൽ കെട്ടുറപ്പില്ലാത്തൊരു സ്ഥലമാണ് ഈ വെള്ളരിക്കാപട്ടണം എന്ന് പറയുന്നത്. അകലത്തെ ബന്ധു, ഒരു ഗുണവുമില്ലാത്ത ബന്ധുവാണ് അകലത്തെ ബന്ധു എന്ന് പറയുന്നത്. അകാള കുസുമം അല്ലെങ്കിൽ ആകാശപ്പൂ എന്ന് ഒരിക്കലും നടക്കാത്ത കാര്യം അല്ലെങ്കിൽ ഇല്ലാത്ത വസ്തു, അതൊക്കെയാണ് അകാള കുസുമം എന്ന് പറയുന്നത്. കുപ്പയിലെ മാണിക്യം, ആരും തിരിച്ചറിയാതെ പോകുന്ന കഴിവ് അല്ലെങ്കിൽ മഹത്വമുള്ളതാണ് കുപ്പയിലെ മാണിക്യം എന്ന് പറഞ്ഞത്. ചക്കിക്കൊത്ത ചങ്ങല നമ്മൾ വീണ്ടും വന്നതാണ് നമുക്കറിയാം. ഓക്കെ, അടുത്ത ചോദ്യം വാഗ്വാദം, പിരിച്ചെഴുതുക. ഇപ്പോൾ വാഗ്വാദം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, വാക്ക് പ്ലസ് വാദം. നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഈ ചേർത്ത് എഴുതുക പിരിച്ചെഴുതാനൊക്കെ നമുക്ക് റൂളുണ്ട്. നമ്മൾ ആദ്യം പഠിച്ചത് ആ പ്ലസ് അൻ അവൻ, അത് ഒരു സ്വരത്തിൻ്റെ കൂടെ വീണ്ടും ഒരു സ്വരം വരുമ്പോഴത്തേക്കും യാ അല്ലെങ്കിൽ വാ വരുമെന്ന് പഠിച്ചു. ഇവിടെ ആക്ച്വലി എന്താണ് വ്യഞ്ജനാക്ഷരങ്ങൾ, ഈ കാച്ചാടാത്ത പാ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ ആക്ച്വലി നമ്മൾ ആ ഒരു വ്യഞ്ജനാക്ഷരങ്ങളുടെ കൂടെ തൊട്ട് പിന്നാലെ ഒരു സ്വരമോ അല്ലെങ്കിൽ ആ വർഗത്തിലെ മൂന്നാമത്തെയോ നാലാമത്തെയോ അക്ഷരങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്താകുന്നു, അത് മാറിയിട്ട് അതേ വർഗത്തിലെ മൂന്നാമത്തെ അക്ഷരം മാറും. ഫോർ എക്സാമ്പിൾ, കൺഫ്യൂഷൻ ആവേണ്ട, വാക്ക് പ്ലസ് വാദം. അപ്പം വാക്ക്, അപ്പം എന്താണ്, വാക്കാച്ചാടാത്ത പായൽ കായണം. അപ്പം അതിൻ്റെ കൂടെ നമുക്ക് എന്താണ് വേറെ ഏതെങ്കിലും ഒരു വർഗം വരുവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, മറ്റേ ആ കാ അതിൻ്റെ തന്നെ ആ ഒരു വർഗത്തിന് മീൻസ് കായ്ക്കങ്ങ അതിലെ മൂന്നാമത്തെ എന്തായിട്ട് മാറും, അക്ഷരമായിട്ട് മാറും. അതേ വർഗത്തിലെ മൂന്നാമത്തെ അക്ഷരമായിട്ട് മാറും എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പം അപ്പം മൂന്നാമത്തെ അക്ഷരമായിട്ടുള്ള ഗ ആയിട്ട് മാറുന്നതാണ് ഈ വാഗ്വാദം എന്ന് പറയുന്നത്. ഇപ്പം കൺഫ്യൂഷൻ ആണെങ്കിലും ഇതുപോലെ കുറച്ചധികം റൂള് വരുന്നുണ്ടാകും. അപ്പോൾ ആ മാർക്കിടും. 2 റൂള് പഠിച്ചു വെച്ചു. ഒരു സ്വരത്തിൻ്റെ കൂടെ വേറൊരു സ്വരം വന്നാൽ അതെന്ത് ചെയ്യുന്നു, യാ അല്ലെങ്കിൽ വാ വരും. അതാണ് ആ പ്ലസ് അൻ അവൻ എന്ന് വന്നത്. അതേപോലെ ഒരു കച്ചടത്തെ പായുടെ കൂടെ എന്താണ് വേറൊരു സ്വരം എന്നിവ വന്നു കഴിഞ്ഞാൽ അതേ സ്വരത്തിൻ്റെ തന്നെ മൂന്നാമത്തെ അക്ഷരമായിട്ട് മാറാം. വാക്ക് പ്ലസ് വാദം, വാഗ്വാദം ആയിട്ട് മാറിയതുപോലെ മൃദുവാകും എന്ന് ഓർത്തിരുന്നാൽ മാത്രം മതിയാകും. അടുത്ത ചോദ്യം ശരിയായ പദം ഏത് എന്നുള്ളതാണ്. വായനശീലം, വായനാശീലം, വായനശീലം എന്ന 2 ഷാ വരുമെന്ന് നമുക്ക് മനസ്സിലായി. എന്തായാലും വായനശീലമല്ല, വായനാശീലമാണ്. അപ്പം വായനാശീലമാണ് എന്നുള്ളതും കൂടി ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം ശരിയായ വാക്യം ഏത്. ഇത് ആക്ച്വലി ഈ ഒരു ഏരിയയിൽ നിന്നും എല്ലാ പരീക്ഷയിലും ഒരു ക്വസ്റ്റൻ എങ്കിലും ചോദിക്കാറുണ്ട്. അത് നമുക്ക് ശ്രദ്ധിച്ചിരിക്കാം. വളവും തിരിവും കയറ്റവും ഇറക്കവും ക്ലേശകരവും ശ്രമകരവുമാണ്. അപ്പം നമുക്ക് മനസ്സിലായി ഈ ക്ലേശകരവും ശ്രമകരവും അതിലെന്തൊരു കൊനിഷ്ടുണ്ട്. വേറൊന്നുമല്ല, ഈ ക്ലേശകരം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ബുദ്ധിമുട്ടുള്ളത്. അല്ലെങ്കിൽ ശ്രമകരം എന്താണ്, ഒരു കഠിനാധ്വാനം വേണം. ഇതൊക്കെ ആക്ച്വലി ഒരേ പ്രയോഗമാണ്. അപ്പോൾ ഇവിടെ എന്താണ്, ആവർത്തിച്ച് വരും അല്ലെ. ക്ലേശകരവും ശ്രമകരവും ഇത് 2ൻ്റെ ആവശ്യം അവിടെ വേണ്ട, ഏതെങ്കിലുമൊക്കെ ഒന്ന് മതി. അപ്പം രണ്ടാമത്തെ നോക്കിയേ, വളവും തിരിവും കയറ്റവും ഇറക്കവും ക്ലേശകരമായിരുന്നു. ഓക്കെ, അത് ആക്ച്വലി കൊള്ളാം. അടുത്ത നോക്കിയേ, വളവും തിരിവും കയറ്റവും ഇറക്കവും ശ്രമകരമായ ക്ലേശകരമാണ്. അതിൻ്റെ ആവശ്യമില്ല. അപ്പം നമുക്ക് കണ്ണും കൂട്ടി എഴുതാം. എന്താണ്, ഓപ്ഷൻ ബി ആണ്. അപ്പം ഇതുപോലെ ശരിയായ വാക്യം ചോദിക്കുമ്പോഴത്തേക്കും മെയിൻലി എന്തായിരിക്കും, ഈ ഇരട്ടിക്കുന്ന മീൻസ് ഒരേ പ്രയോഗം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വന്ന് ഈ ഓളം ആ സംഭവങ്ങൾ അതേപോലത്തെ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തന വിരസമാണെന്ന് ഓർത്തിരിക്കുക. മിക്കവാറുമുള്ള വാക്യത്തിൽ ഈ ആവർത്തിച്ച് വരുന്നതായിരിക്കും ഒരു തെറ്റായിട്ട് വരുന്നുണ്ടാവാം. അടുത്ത ചോദ്യം നമ്പ്യാർ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം എഴുതും. അപ്പം നമ്പ്യാർ ആക്ച്വലി ഓപ്ഷനിൽ നമ്പ്യാർ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഓപ്ഷൻ എ തന്നെയാണ് PSC ആൻസർ കീയിലും കൊടുത്തേക്കുന്നത്. അപ്പം നമ്പ്യാർ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം എന്താണ്, നമ്പ്യാർ തന്നെയാണ്. ഓക്കെ, അപ്പം നമുക്ക് കുറച്ചധികം എന്താണ് സ്ത്രീലിംഗം പുല്ലിംഗം നോക്കണം. വരൻ, വധു, വിദ്വാൻ, വിദുഷി, പിന്നെന്താണ് ഭർത്താവ്, ഭാര്യ, കോമരം, വിളിച്ചപ്പടത്തിൽ കോമരത്തി എന്നും പറയാറുണ്ട്. നായകൻ, നായിക. നേരത്തെ നായിക പദ സ്പെല്ലിംഗ് മിസ്റ്റേക്കിൽ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം നമ്മൾ 2 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തു. 122ഉം 119 ഡിസ്കസ് ചെയ്തു. അപ്പം നമുക്കറിയാം സമാസം വന്നു അല്ലേ, അതേപോലെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സ്ത്രീലിംഗം ഏരിയയൊക്കെ ഒന്നാണെങ്കിൽ പുതിയ പുതിയ വാക്കുകളാണ് വന്നിട്ടുണ്ടായിരുന്നത്. സമാസം നമുക്ക് ദുങ്കു സമാസം അത് കറക്റ്റായിട്ട് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് പിരിച്ചെഴുതുക നമുക്ക് 2 റൂളൊക്കെ പഠിച്ചു. നമുക്ക് ഇത്രയും പഠിച്ചൊരു ഐഡിയ വെച്ചിട്ട് നമുക്കൊരു 3ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും, നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പദം ഏത് എന്നാണ് ചോദ്യം. അപ്പം എന്താണ്, അങ്ങിനെ. നമുക്കറിയാം അങ്ങിനെ എന്ന് പറയാറില്ല, അങ്ങനെ എന്നാണ് നമ്മൾ പറയാറ്. അപ്പം അതെന്തായാലും തെറ്റാണ്. പീഡനം,
പീഡനം നമുക്കറിയാം ആ ഡായുടെ ചുനുപ്പ് വേണ്ട, വെറും ആ സാ തിരിച്ച് ഡാ മാത്രം മതി, ചുനുപ്പ് അവിടെ വേണ്ടെന്നറിയാം. അപ്പോൾ അതെന്തായാലും തെറ്റാണ്. യാദർശികം ആക്ച്വലി മിക്കവാറും എന്താണ് അച്ഛൻ്റെ മറ്റേ ഇച്ഛയാണ് വരാറുണ്ട്. ഈ ചായും അല്ല വരാറ്, മിക്കവാറും ഇച്ഛയാണ് വരട്ടെ. അപ്പോൾ യാദൃശികം എഴുതിയാലും എന്താണ് ശരി തന്നെയാണ്, കുഴപ്പമില്ല എന്നുകൂടെ ഓർത്തിരിക്കുക. കൃതജ്ഞതയ്ക്ക് ആദ്യം ജ പിന്നെയാണ് ഞാ വരെ, അപ്പോൾ അതും തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ അതിൽ അങ്ങനെ പറയുമ്പോഴത്തേക്കും അങ്ങനെയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. പീഡനം പറയുമ്പോഴത്തേക്കും സാ തിരിച്ചിട്ടിടാ മതി, ചുനുപ്പ് അവിടെ വേണ്ട. അപ്പോൾ നിഷ്ഠ പറഞ്ഞ ഓർമ്മ, നിഷ്ഠയ്ക്ക് മറ്റേ ഉണ്ടടായുടെ കാര്യം പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. അതുകൊണ്ട് കൃതജ്ഞതയ്ക്ക് ആദ്യം ജ പിന്നെയാണ് ഞാ എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. ഈ ആദ്യം ജ പിന്നെ ഞാ വരുന്ന കുറച്ച് അതേ വാക്ക് നമുക്ക് എപ്പോഴും കൺഫ്യൂസിങ് ആണ് അല്ലല്ലോ. ഒന്നാണ് പ്രതിജ്ഞ, കൃതജ്ഞ, വിജ്ഞാനം, അജ്ഞാതൻ, സർവജ്ഞൻ, ഇതൊക്കെ ആദ്യം ജ പിന്നെയാണ് ഞാ എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻ ആണ് ശരിയായ വാക്യം ഏത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യപ്പോഴേ പറഞ്ഞാണ് ഇതിൽ മിക്കവാറും ഇരട്ടിക്കുന്ന കാര്യം, ഈ ഒരേ പ്രയോഗം വീണ്ടും വരും, അതായിരിക്കും മിക്കവാറും മിസ്റ്റേക്കായിട്ട് വരാതെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. സമ്മേളനത്തിൽ ഏകദേശം 500ഓളം പേർ പങ്കെടുത്തു. അപ്പം നമുക്കറിയാം സമ്മേളനത്തിൽ ഏകദേശവും എന്ന് പറയുന്നതും 500ഓളം എന്ന് പറയുന്നത് നമുക്ക് എന്താണ് ഒരേ അർത്ഥമാണ്. അപ്പോൾ രണ്ടിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഓപ്ഷൻ എ എന്തായാലും തെറ്റാണ്, മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് ഓപ്ഷൻ ബി നോക്കിയേ, മഹാകാവ്യങ്ങളൊന്നും എഴുതിയിട്ടില്ലെങ്കിലും മഹാകവി എന്നാണ് കുമാരനാശാട്ടോ എഴുതാൻ പറഞ്ഞത്. കോപ്പി പേസ്റ്റ് ചെയ്ത് തെറ്റാട്ടോ, അതുകൊണ്ട് ക്ഷമിക്കണം. കുമാരനാശാൻ അറിയപ്പെടുന്നത്. അതിൽ അത്യാവശ്യം തെറ്റുകളൊന്നും ഇല്ല. അത് നോക്കി ഓപ്ഷൻ ഡി, വിവാഹത്തിന് ഭക്ഷണ സാമഗ്രികൾ യഥേഷ്ടം പോലെ വിളമ്പി. അപ്പോൾ യഥേഷ്ടം തന്നെ എന്താണ് ഇഷ്ടം പോലെയാണ്, പിന്നെ അവിടെ എന്ത് വേണ്ട, പോലെ വേണ്ട, അതും എന്താണ് ഇരട്ടിക്കുന്ന പ്രയോഗം വീണ്ടും വരുന്നുണ്ട്, അതും തെറ്റാണ്. അപ്പം നമുക്കറിയാം ഓപ്ഷൻ ബി ആയിരിക്കും എന്തായാലും ശരി, ബിക്കോസ് അവിടെ പ്രത്യേകിച്ച് തെറ്റുകളോ കാര്യങ്ങളോ ഒന്നും അവിടെ ഇല്ല. അപ്പോൾ ഓർത്തിരിക്കുക, ഈ ഏകദേശവും പിന്നെ ഓളത്തിൻ്റെ ആവശ്യമില്ല, ഈ യഥേഷ്ടം പോലെ അതിൻ്റെ ആവശ്യം അവിടെ ഇല്ല. പ്രയോഗങ്ങൾ ഇരട്ടിക്കുന്നത് ശ്രദ്ധിച്ച് അർത്ഥം മനസ്സിലാക്കി എഴുതാനായിട്ട് നോക്കുക. അടുത്ത ചോദ്യം, നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ്. ഇത് 2 വട്ടം 2025 ഇതേ ചോദ്യം തന്നെ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വേറൊരു കോമഡി. ഓക്കെ, അപ്പം നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് എന്നതിൻ്റെ മലയാള പരിഭാഷ ഏത് എന്നുള്ളതാണ് ചോദ്യം. അപ്പം നമുക്കറിയാം നോ ഒബ്ജെക്ഷൻ എന്നതിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ മലയാള പേരെന്താണ്, സാക്ഷ്യപത്രം എന്നാണ്. അപ്പോൾ എന്തായാലും സത്യവാങ്മൂലം എന്തായാലും വരുന്നുണ്ടല്ലോ. അപ്പോൾ ഓപ്ഷൻ എ നമുക്ക് എന്തായാലും അങ്ങ് വെട്ടിവെക്കാം. അപ്പോൾ സർട്ടിഫിക്കറ്റിൻ്റെ മലയാളം എന്താണെന്ന് ഓർത്തിരിക്കുക, സാക്ഷ്യപത്രമാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അത് കഴിഞ്ഞിട്ട് ഈ നോ ഒബ്ജെക്ഷൻ എന്നതിൻ്റെ മലയാളം എന്ന് പറയുന്നത് നിരാക്ഷേപം എന്നാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആയിട്ടുള്ള നിരാക്ഷേപ സാക്ഷ്യപത്രമായിരിക്കും വരിക എന്നുകൂടി ഓർത്തേക്കുക. അടുത്ത ചോദ്യം, ഒറ്റ പദം എഴുതുക. പറയുന്നവൻ, ഇത് ഈ ഒരു ഏരിയയിൽ നിന്ന് വീണ്ടും ചോദിക്കുന്നതാണ്. മറ്റേ അറിയുന്നവൻ, ജിജ്ഞാസു, അതേപോലെ ഈ ഒരു ഏരിയയും ചോദിക്കുന്നത്. പറയുന്നവൻ എന്താണ് അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം, വക്താവ്. പറയുന്നവനാണ് വക്താവ്. നമുക്ക് പിന്നെ ഡൗട്ട് വരുന്നത് ഈ പ്രേക്ഷകനും. ഇതിൽ പ്രേക്ഷകൻ എന്ന് പറയുന്നത് അയക്കുന്നവനും പ്രേക്ഷിതൻ എന്ന് പറയുമ്പോൾ അയക്കപ്പെട്ടവനാണ്. പ്രേക്ഷകൻ എന്ന് പറയുമ്പോഴത്തേക്ക് അയക്കവനും പ്രേക്ഷിതൻ എന്ന് പറയുമ്പോഴത്തേക്കും അയക്കപ്പെട്ടവനാണ് എന്നുകൂടി ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ അതിഥിയുടെ പര്യായ പദം എന്ത് എന്നാണ് ചോദിക്കുന്നത്. ഇത് ആക്ച്വലി ഈ സാധനങ്ങളൊക്കെ വീണ്ടും ക്വസ്റ്റ്യൻ ഇപ്പോൾ ചോദിച്ചിട്ടുണ്ട്, അതൊന്ന് പഠിച്ചു വെച്ചേക്കുക. അതിഥി എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, ആകത്തുങ്കനാണ് അതിഥി, വന്നു ചേരുന്നവനാണ്. അതിഥിയുടെ സ്പെല്ലിംഗ് നോക്കി വെച്ചാൽ അതിഥി. അപ്പോൾ അതിഥി എന്ന് പറയുമ്പോൾ എന്താണ്, ആകത്തുങ്കനാണ് അതിഥിയുടെ പര്യായ പദം എന്ന് പറഞ്ഞത്. ഈ അവരജൻ ഓർത്തിരിക്കുക. അവരജൻ എന്ന് പറയുമ്പോൾ പിന്നാലെ ജനിച്ചവർ, അനുജൻ എന്നാണ് അവരജൻ. അപ്പോൾ ജ്യേഷ്ഠാകുമ്പോഴത്തേക്കും അഗ്രജൻ എന്ന് പറയും. അഗ്രജൻ മൂത്തയാള്, അവരജൻ അനുജൻ എന്ന അർത്ഥമാണ് വരുന്നത്. അങ്കജൻ എന്ന് പറയുമ്പോൾ എന്താണ്, ശരീരത്തിൽ നിന്നും ജനിച്ചവർ അല്ലെങ്കിൽ കൂടെ ജനിച്ചവർ, അതായത് ശരീരത്തിൽ നിന്നും ജനിച്ചവർ എന്ന സംഭവമാണ് ഈ അങ്കജൻ എന്ന് പറയുന്ന വാക്കിന് വരുന്നുണ്ടാവുക. അകത്തോ എന്ന് പറയുമ്പോൾ വീടിനുള്ളിലുള്ളവൻ തന്നെയാണ്. അപ്പോൾ ഓർത്തിരിക്കുക, ഇതിൽ ഓർക്കേണ്ട കാര്യം അതിഥിയുടെ സ്പെല്ലിംഗ് ഒന്ന് നോക്കിയിരിക്കുക. അതിഥി ആണ് ഓർത്തിരിക്കുക. പര്യായ പദം ആകതുങ്കനാണെന്ന് ഓർത്തിരിക്കുക. അവരജൻ എന്ന് പറയുമ്പോൾ സഹോദരനാണെന്നുള്ളതും ജ്യേഷ്ഠനാകുമ്പോഴത്തേക്കും അഗ്രജനാണ് എന്നുള്ളതും കൂടി ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന പദത്തിൻ്റെ വിപരീത പദം എഴുതുക എന്നതാണ്. അല്ലാതെ സഹജം ആക്ച്വലി ആർജിതമാണ് അതിൻ്റെ വിപരീത പദം. സഹജം എന്താണ്, ആർജിതമാണ് അതിൻ്റെ വിപരീത പദം എന്നുകൂടി ഓർത്തിരിക്കുക.
അപ്പം നമുക്ക് കുറച്ചധികം വിപരീത പദങ്ങൾ കൂടി പഠിക്കാം. സഹജം ആർജിതം, സഹജം ആർജിതം. അഗ്രജൻ അവരജൻ, അഗ്രജൻ അവരജൻ. ജനനം മരണം, ജനനം മരണം. സൗമ്യം രൗദ്രം, സൗമ്യം രൗദ്രം. സൗഭാഗ്യം ദുർഭാഗ്യം, സൗഭാഗ്യം ദുർഭാഗ്യം. സജീവം നിർജീവം, സജീവം നിർജീവം. പ്രത്യക്ഷം പരോക്ഷം, പ്രത്യക്ഷം പരോക്ഷം. ആഗമനം നിർഗമനം, ആഗമനം നിർഗമനം. ഉത്ഥാനം പതനം, ഉത്ഥാനം പതനം. ആദായം വ്യയം, അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ആദായം വ്യയം. അനുഭാവം പ്രതിഭാവം, അനുഭാവം പ്രതിഭാവം. അടുത്ത ചോദ്യം, ചുവപ്പ് നാട എന്ന ശൈലിയുടെ അർത്ഥമെന്ത്? എന്താണ് ചുവപ്പ് നാട? ചുവപ്പ് അനാവശ്യമായ കാലതാമസമാണ് ചുവപ്പ് നാട എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻ വായിക്കേണ്ട ആവശ്യമേ ഇല്ല. പിന്നെ നമുക്കറിയാം ആ ശൈലി ചോദിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള അർത്ഥം ചുവപ്പിലുള്ള വിരോധം അതെന്തായാലും വരില്ല. അപ്പോൾ ചുവപ്പ് നാട എന്താണ്? നമുക്ക് ഗവൺമെൻറ് ഫയലൊക്കെ ചുവപ്പ് നാടൊക്കെ ഇട്ടിടുന്നു, അനാവശ്യമായ കാലതാമസം എന്ന അർത്ഥം. ഓക്കെ, ആ ഒരു ലോജിക്ക് ഓർത്തിരുന്നാൽ നമുക്ക് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കിതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ശൈലികൾ അറിഞ്ഞിരിക്കാം. ബാലാരിഷ്ടത, തുടക്കത്തിലുണ്ടാകുന്ന പ്രയാസങ്ങളാണ് ഈ ബാലാരിഷ്ടത എന്ന് പറയുന്നത്. വെള്ളെഴുത്ത്, വാർദ്ധക്യ സഹജമായ കാഴ്ചക്കുറവ്, അതാണ് ഈ വെള്ളെഴുത്ത് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പലപ്പോഴും കാര്യങ്ങൾ തിരിച്ചറിയാത്ത അവസ്ഥയെ സൂചിപ്പിക്കുന്നതിലും ഇതെന്താണ് ഉപയോഗിക്കാറുണ്ട്. ആനവായൻ, വലിയ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുവാൻ അല്ലെങ്കിൽ അത്യാഗ്രഹിയാണ് ആനവായൻ എന്ന് പറയുന്നത്. അക്ഷരശത്രു, തീരെ അറിവില്ലാത്തവനാണ് അക്ഷരശത്രു, നിരക്ഷരൻ എന്നാണ് പറയുക. കട്ടായം പറയുക, ഉറപ്പിച്ച് പറയുക. ആകാപുതി, ആകാപുതി, പുറമേ കാണുന്ന ഭംഗി മാത്രമുള്ളത്, ഗുണമില്ല എന്നാണ് സംഭവം. കുതിരക്കച്ചവടം, രാഷ്ട്രീയത്തിലോ ബിസിനസ്സിലോ ലാഭത്തിന് വേണ്ടി നടത്തുന്ന വഴിവിട്ട ഇടപാടുകളാണ് കുതിരക്കച്ചവടം എന്ന് പറയുന്നത്. വെളുത്ത ആന, ചിലവ് കൂടുതലുള്ളതും എന്നാൽ പ്രയോജനമില്ലാത്തതുമായ വസ്തുവാണ് വെളുത്ത ആന എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ ആക്ച്വലി കുറച്ച് ഒരു 50ഓളം കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി ഇത് വീഡിയോ ലെങ്ത് കൂടിയതുകൊണ്ട് ബാക്കി നമുക്ക് സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ട് നമുക്ക് ഇടാവേ.